ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് പുതിയ ആഴ്ച, പുതിയ തുടക്കങ്ങൾ. ഇന്നലെ സൺഡേ അല്ലായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഇന്നലെ എൻ്റെ കൂട്ടുകാരെ കാണാൻ വരാൻ പറ്റിയില്ല. ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ചർച്ചിൽ പോയിട്ട് വന്ന് ചോറൊക്കെ കഴിച്ച് അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇന്നലെ വൈകുന്നേരം ആണെങ്കിലേ ഞങ്ങൾ പിക്ചർ കാണാൻ പോയായിരുന്നു. ഇന്നലത്തെ പിക്ചർ വന്നിട്ട് ആവേശം ആണ് ഞങ്ങൾ ഇന്നലെ കാണാൻ പോയത്. പക്ഷേങ്കിൽ ചിരിച്ച് ഊപ്പാട് വന്നൊരു പിക്ചറായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഫഹദ് ഫാസിലിൻ്റെ പിക്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ ആണെങ്കിൽ, സിനിമ പ്രേമികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ കണ്ടില്ലേ, കാണണം കേട്ടോ. എല്ലാ അടിയും വഴക്കൊക്കെയാണ്, എന്നാൽ കൂടി അതിൽ കുറേ ചിരിക്കാനൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയുള്ള പിക്ചറൊക്കെയാണ് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു എൻ്റർടൈൻമെൻ്റ് ആവും. നമ്മുടെ ലൈഫിൽ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും നമുക്കൊന്ന് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ചിരിക്കുക. അതൊക്കെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലേ. അന്ന് കണ്ടത് RDX ആണ്. RDX കണ്ടിട്ട് പിന്നെ ഇത്രയും നാളത്തെ ഗ്യാപ്പായി ഞാൻ പിന്നെ ഒരു പിക്ചർ കാണാൻ പോയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇന്നലെ എൻ്റെ മോൻ പറഞ്ഞു, അമ്മ ആ പിക്ചർ നല്ല പിക്ചറാ, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ശരി, എന്നാൽ പോയി കാണാമെന്ന് വിചാരിച്ചിട്ട് പോയി കണ്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിതിപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഇന്നലത്തെ വിശേഷം ഞാനൊന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഇന്നലെ എൻ്റെ കൂട്ടുകാരെ കണ്ടില്ല, ഇന്നലത്തെ വിശേഷങ്ങളൊന്നും നിങ്ങളുമായിട്ട് സംസാരിച്ചില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇന്നലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതന്നേ ഉള്ളൂ. പിന്നെന്താ, ഞാൻ ദിവസവും പറയുന്നത് പോലെ ഓരോരോ കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് പറഞ്ഞു തരികയും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ എൻ്റെ കൂട്ടുകാരെ ഒന്ന് മോട്ടിവേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിന് ഭയങ്കര സന്തോഷം. നിങ്ങൾ നന്നാവുന്നതിൻ്റെ കൂടെ ഞാനും നന്നാവും അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോരോ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ്, മറ്റുള്ളവരിൽ നിന്ന് അതിനുള്ള കുറിച്ചുള്ള കമൻറ്റുകൾ നമ്മൾ കേൾക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഓരോ തിരിച്ചറിവുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെന്താ, നമ്മുടെ ജീവിതത്തിൽ ആര് നമ്മളുടെ കൂടെ എത്ര നാൾ ഉണ്ടായി എന്നുള്ളതല്ല, നമ്മളുടെ കൂടെ നിന്നപ്പോൾ അവർ നമ്മളെ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളതാണ്. നമ്മളെ അവർ എത്രത്തോളം മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്നും നമ്മളുടെ കൂടെ അവരുണ്ട് എങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്ന് അവർ നമ്മളെ പാതി ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മനസ്സിലാക്കാതെ നമ്മുടെ കൂടെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. എപ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. എന്നാൽ കൂടി നമ്മുടെ കൂടെ ഉള്ളവർ ഇന്നും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ കുറേയൊക്കെ അവർ നമ്മളെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മളുടെ സങ്കടത്തിലും നമ്മുടെ ദുഃഖത്തിലും അതുപോലെ തന്നെ നമ്മളുടെ സന്തോഷത്തിലും എല്ലാത്തിലും പങ്കുചേർന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മളെ മനസ്സിലാക്കാത്തവർ അധികം നാൾ നമ്മുടെ കൂടെ ഉണ്ടാവത്തില്ല. കാരണം നമ്മളെ മനസ്സിലാക്കാത്തവരാകുമ്പം കുറച്ച് നാൾ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവർക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അവർ പാതിയിൽ ഉപേക്ഷിച്ച് പോവാം. പക്ഷെ നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയവർ എത്ര വേദന എത്ര സങ്കടം വന്നാലും അവർ നമ്മളെ ഉപേക്ഷിച്ച് പോകത്തില്ല. നമ്മൾ എത്ര സ്വന്തമാണെന്ന് കരുതി സ്നേഹിച്ചാലും ചിലപ്പോൾ നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചാലും ഉണ്ടല്ലോ, എപ്പോഴും അന്യരായിട്ട് കാണുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ. എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് നമ്മൾ സ്നേഹിക്കും. ഞാൻ ചിലപ്പോൾ എൻ്റേതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് ആത്മാർത്ഥതയും കുറച്ച് സ്നേഹമൊക്കെ അധികം ഞാൻ കാണിക്കാറുണ്ട്. ആ എതിരെ നിൽക്കുന്ന വ്യക്തി നമ്മൾ അവരുടെ ആരുമല്ല എന്ന് കരുതിയിട്ട് നമ്മളെ ഒരു അന്യരായിട്ട് കണ്ടിട്ടുള്ള പല സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തി നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല വേറൊരു വ്യക്തി നമ്മളോട് കൂടെ ഇടപെടുന്നത് അല്ലേ. നമ്മൾ ചിലപ്പോൾ നമുക്ക് അവരോട് കൂടുതലായിട്ട് സ്നേഹവും ഒരു അടുപ്പവും തോന്നുമ്പോൾ നമ്മൾ നമ്മുടേതെന്ന് കരുതി നമ്മൾ സ്നേഹിക്കാറുണ്ട്. പക്ഷെ അതേപോലെ നമുക്ക് തിരിച്ച് കിട്ടണമെന്നില്ല. കാരണം വെച്ചാൽ ചില സമയങ്ങളിൽ അവർക്ക് നമ്മളെ വിശ്വസിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലേ. അങ്ങനെയൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് കാത്തിരിക്കാറുണ്ട് അല്ലേ. ഇന്നത് നമുക്ക് ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെക്കാട്ടി ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ചെറുതായിട്ടൊരു അസൂയൊക്കെ തോന്നാറുണ്ട്. അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ കാത്തിരിക്കുമ്പോൾ നമുക്കത് ലഭിക്കണമെന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ കാത്തിരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരുമെന്നുള്ള ഒരു കാര്യം വേറൊന്നുമല്ല, മരണമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ആ മരണത്തെ കുറിച്ചിട്ട് ആർക്കും അസൂയ ഉണ്ടാവത്തില്ല. വേറെ എന്ത് കാര്യത്തിനും മനുഷ്യന് അസൂയ ഉണ്ടായാലും വേറൊരു വ്യക്തി മരണപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്നവരാരും ഉണ്ടാവത്തില്ല. ഇന്ന് നമ്മളുടെ കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും ജീവിതത്തിലൊന്ന് ഉയർന്നു കഴിഞ്ഞാൽ അവരോട് അസൂയ തോന്നും. പക്ഷേങ്കിൽ ആ മനുഷ്യർ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി കഴിഞ്ഞാൽ അതിൽ നമുക്ക് അസൂയ തോന്നാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവിടത്തോടു കൂടി തീർന്നു ആ ഒരു സ്റ്റോറി അല്ലേ. ആ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കഥ അതോടുകൂടി തീർന്നു. ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ അവരെക്കുറിച്ച് ആരും അധികം സംസാരിക്കാറില്ല. പിന്നെ അവരെന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ഓർമ്മയിലൊക്കെ അവർ വരാറുണ്ട്. അത്രയേ ഉള്ളൂ അല്ലേ. അങ്ങനെയാണ് ജീവിതം എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യനും ജനിച്ചു കഴിഞ്ഞാൽ മരിക്കണം. ആ മരണമെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ തേടി വരികയും ചെയ്യും. അതിനെ കാത്തിരുന്നിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ.
അത് കാത്തിരുന്നാലും ഇല്ലെങ്കിലും അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്നെ അധികം മനസ്സിലാക്കണമെന്നൊന്നും ഞാൻ ആരോടും പറയാറില്ല. പക്ഷേങ്കിൽ മനസ്സിലാക്കാതെ കുറ്റപ്പെടുത്തരുതെന്നുള്ളത് ഒരു അപേക്ഷയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് ചില സമയത്ത് നമ്മളെക്കുറിച്ച് അവർ വിധി കൽപ്പിക്കും, അല്ലേ? നമ്മൾ ഇങ്ങനാണ് എന്നുള്ളത് നമ്മളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ നമ്മളെ കുറ്റം പറയുകയും നമ്മളെക്കുറിച്ചിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് നമുക്കുണ്ടാകുന്ന വേദന എന്താണെന്നുള്ളത് അവർ മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തിയെ എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ വേറൊരു വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുമ്പം അവരെന്താന്ന് യഥാർത്ഥമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ വേറൊരു വ്യക്തിയുടെ കുറ്റം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളത് കൂടി നമ്മളൊന്ന് ചിന്തിക്കണം. അതെപ്പോഴും പറയാറില്ലേ, ഒരു വിരൽ വേറൊരു വ്യക്തിയുടെ മുന്നിലേക്ക് നമ്മൾ ചൂണ്ടിയാൽ ബാക്കിയുള്ള 4 വിരലും നമ്മളിലേക്കായിരിക്കും ചൂണ്ടപ്പെടുന്നതെന്ന്. അതുകൊണ്ട് നമ്മൾ വേറൊരു വ്യക്തിയെ കുറ്റം വിധിക്കുമ്പോൾ അവർ ചെയ്തതുപോലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാറില്ലേ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേറൊരു വ്യക്തിയെ കുറ്റം വിധിക്കാൻ നോക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വ്യക്തിയെ കുറ്റം പറയുമ്പം നമ്മൾ പറയുന്നത് ശരിയോ തെറ്റോ ഒന്നും ആലോചിക്കാറില്ല. നമ്മൾ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അവരെല്ലാം സംഭവിച്ചു പോയ തെറ്റ് എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമ്മൾ കുറ്റപ്പെടുത്താനാണ് നോക്കുന്നത്, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുകയും സ്നേഹിക്കാൻ പാടില്ലാത്തതിനെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അവസാന കാലം നമുക്ക് തരുന്ന സമ്മാനമാണ് ഈ വേദന എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ നമ്മൾ എത്രത്തോളം വിശ്വസിക്കണം, എത്രത്തോളം സ്നേഹിക്കണം, നമ്മൾ എന്ത് ആഗ്രഹിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കണം. കാരണം അത് നമുക്ക് വരാനുള്ളതാണോ, നമുക്ക് ലഭിക്കുന്നതാണോ അത് എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ നിന്ന് നമുക്ക് സ്നേഹം ലഭിക്കുമോ ഇല്ലയോ എന്നൊക്കെ ആലോചിച്ച് അവരെ സ്നേഹിക്കാൻ നോക്കുക. അതുപോലെ തന്നെ ഓരോ വ്യക്തികളോട് നമ്മൾ ഇടപെടുമ്പം നമ്മൾ ആ ഇടപെടുന്ന രീതി അവർക്കത് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഓരോ വ്യക്തികളുമായിട്ട് ഇടപെടാനൊക്കെ നോക്കുക. അങ്ങനെയൊക്കെ നമ്മളൊന്ന് നോക്കി ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അധികം വേദനകൾ ഉണ്ടാകാതിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്നും ചിന്തിക്കാതാണ് നമ്മൾ ചില കാര്യങ്ങളിലേക്ക് എടുത്തിയാടുന്നത്. അവസാനം നമുക്ക് അതിന് കിട്ടുന്ന ബലം എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റാത്ത വേദനയാണ്, അല്ലേ? അതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും വേദനിക്കേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഭയങ്കര മനസ്സ് പൊട്ടിപ്പോകുന്ന വേദന ഉണ്ടാവും. പക്ഷേ എങ്കിൽ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരത്തില്ല. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊരു മൗനത്തിലേക്ക് പോകാറുണ്ട്. ഞാൻ അങ്ങനെ കുറേ പേരെ കണ്ടിട്ടുണ്ട്. ചില മരണ വീടുകളിലൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, അവരുടെ പ്രിയപ്പെട്ടവർ അവരിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവർക്ക് കരയാൻ സാധിക്കാതെ അവരുടെ മനസ്സിങ്ങനെ നുറുങ്ങിപ്പോയിട്ട് അവർ ഭയങ്കരമായിട്ട് മൗനം പാലിച്ചിട്ട് അവരൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ചില സമയങ്ങളിൽ ചില വേദനകൾ അങ്ങനെയാണ്, മനസ്സിലായില്ലേ? ആ വേദന നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് മുറിപ്പെടുത്തും. പക്ഷേ എങ്കിൽ ആ വേദന വരുന്ന സമയത്ത് നമ്മൾ കരഞ്ഞു തീർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സ് ഒരുപാട് റിലാക്സ് ആവുകയും ചെയ്യും. നമ്മൾ ഒരുപാട് ഡിപ്രഷനിലേക്ക് പോകത്തില്ല. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മൾ ആ വേദന നമ്മൾ സഹിച്ച് നമ്മളുടെ ഉള്ളിൽ ഒതുക്കി നമ്മൾ ആ മൗനത്തിലേക്ക് പോകുമ്പോഴുണ്ടല്ലോ, ആ മൗനമാണ് ചിലപ്പം ഒരു ഡിപ്രഷൻ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ ടേക്ക് കെയർ. Bye.